നമസ്കാരം. നിത്യജീവിതത്തിൽ നാം പലതരത്തിലുള്ള രാസമാറ്റങ്ങൾ കാണാറുണ്ട്. വിറക് കത്തുന്നതും പടക്കം പൊട്ടുന്നതും ഇരുമ്പ് തുരുമ്പിക്കുന്നതുമെല്ലാം പലതരത്തിലുള്ള രാസമാറ്റങ്ങളാണ്. ഓരോ രാസമാറ്റവും പല വേഗതയിലാണ് നടക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അഭികാരങ്ങളുടെ സ്വഭാവം, ഗാഢത, ഖരപദാർത്ഥങ്ങളുടെ പ്രതലപ്പരപ്പ്, താപനില, ഉൽപ്രേരകങ്ങൾ തുടങ്ങിയവ. ഇതിൽ എങ്ങനെയാണ് താപനില രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നതെന്ന് തെളിയിക്കുന്ന ഒരു പരീക്ഷണമാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം തയോസൾഫേറ്റ് നേർപ്പിച്ച ലായനി, ബീക്കർ, മെഷറിംഗ് ജാർ, സ്പിരിറ്റ് ലാമ്പ്, ലൈറ്റർ. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനക്രമമെന്ന് നോക്കാം. ആദ്യമായി ബീക്കറിൽ തയ്യാറാക്കി വെച്ച നേർപ്പിച്ച സോഡിയം തയോസൾഫേറ്റ് ലായനി തുല്യ അളവിൽ 2 ബീക്കറിലേക്ക് ഒഴിക്കുക. നമുക്ക് ഒരു ബീക്കറിനെ അല്പസമയം ചൂടാക്കാം. അതിനായി സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിക്കാം. ചൂടാക്കിയ സോഡിയം തയോസൾഫേറ്റ് ലായനിയും ഇത് ചൂടാക്കാത്ത സോഡിയം തയോസൾഫേറ്റ് ലായനിയും. ഇനി ചൂടാക്കിയ ലായനിയിലേക്കും ചൂടാക്കാത്ത ലായനിയിലേക്കും ഒരേ സമയം തുല്യ അളവിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുക. എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് കാണാനാവുന്നത്? ചൂടാക്കിയ ലായനിയിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അവക്ഷിപ്തം രൂപപ്പെട്ടതായി കാണാം. എന്തായിരിക്കും ഇതിന് കാരണം? എന്ത് അവക്ഷിപ്തമായിരിക്കും ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടാവുക? 2 ബീക്കറിലും സൾഫർ അവക്ഷിപ്തപ്പെട്ടതുകൊണ്ടാണ് നിറമാറ്റം ഉണ്ടായത്. ഇവിടെ നടന്ന രാസപ്രവർത്തനത്തിന്റെ രാസസമവാക്യം ഇങ്ങനെയാണ്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജം ആവശ്യമാണ്. ഈ ഊർജത്തെ നാം ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നു. അഭികാരങ്ങളെ ചൂടാക്കുമ്പോൾ തന്മാത്രകളുടെ ഊർജവും ചലനവേഗതയും വർദ്ധിക്കും. അതായത് താപനില കൂടുമ്പോൾ ത്രെഷോൾഡ് എനർജിയുള്ള തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഫലമായി തന്മാത്രകളുടെ പരസ്പരമുള്ള കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടുകയും അതുവഴി രാസപ്രവർത്തന വേഗത കൂടുകയും ചെയ്യുന്നു.